നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മധുരയിലെ തിരുപ്പുറംകുണ്ട്രം മലയുടെ മുകളിലുള്ള ദീപത്തൂണിൽ മുരുകഭക്തരായ ഹിന്ദുക്കൾക്ക് ദീപം കത്തിക്കാമെന്ന മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിജയുടെ ടി.വി.കെ സർക്കാർ. ജോസഫ് വിജയിന്റെ തനിനിറം പുറത്തായെന്നും സ്റ്റാലിനെ പോലെ തന്നെ ഒരു ഹിന്ദു വിരുദ്ധനാണ് വിജയ് എന്നുമുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ വിജയുടെ മുകളിലുള്ള ആദ്യ വെല്ലുവിളിയായി മുരുകമലയിലെ ദീപത്തൂൺ വിവാദം മാറുകയാണ്. മലയുടെ മുകളിലുള്ള കൽത്തൂണുകളായ ദീപത്തൂണിൽ ദീപം കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം DMK ഭരിക്കുമ്പോൾ ആരംഭിച്ചതാണ്. അന്നാണ് ദീപത്തൂണിൽ ദീപം കത്തിക്കാൻ മുരുകഭക്തരായ ഹിന്ദുക്കൾക്ക് മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിയത്. 2025 ഡിസംബറിലായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ഈ വിധി പുറത്തു വന്നത്. മുരുകമലയുടെ ദീപസ്തംഭത്തിൽ കാർത്തിക ദീപം കൊളുത്താൻ മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകുകയായിരുന്നു. എന്നാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അന്ന് ഭരിച്ചിരുന്ന സ്റ്റാലിൻ സർക്കാർ ഈ ഉത്തരവ് നടപ്പാക്കിയില്ല. തുടർന്ന് ഹൈക്കോടതി സ്റ്റാലിൻ സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചിരുന്നു. അതിനുശേഷം തമിഴ്നാട്ടിലെ ഭരണം മാറി. സ്റ്റാലിന് പകരം വിജയ് മുഖ്യമന്ത്രിയായി. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, വിജയും സ്റ്റാലിന്റെ ഹിന്ദുവിരുദ്ധ നിലപാട് ആവർത്തിക്കുകയാണ്. എന്നാൽ മലമുകളിലെ കൽത്തൂണിൽ ദീപം കൊളുത്തുന്ന ചടങ്ങൊന്നും പുതിയതായി ആരംഭിക്കേണ്ടതില്ലെന്നും നിലവിലുള്ള നില തുടർന്നാൽ മതിയെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിജയ് അഭിപ്രായപ്പെട്ടത്. ഇപ്പോഴിതാ മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ടി.വി.കെ സർക്കാർ. ഇതോടെ ജോസഫ് വിജയിന്റെ ഹിന്ദുവിരുദ്ധ നിലപാട് മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇതുവരെ ഇങ്ങനെ ഒരു ചടങ്ങ് തിരുപ്പുറംകുണ്ട്രം മലയിൽ നടക്കാത്തതിനാൽ അങ്ങനെ തുടർന്നാൽ മതിയെന്നും പുതിയതായി ദീപത്തൂണിൽ ദീപം തെളിയിക്കേണ്ട എന്നുമാണ് വിജയന്റെ അഭിഭാഷകൻ വാദിക്കുക. മുരുകമല എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ മധുര തിരുപ്പുറംകുണ്ട്രം മല മുസ്ലിങ്ങളുടെ മലയാക്കാൻ സ്റ്റാലിൻ ശ്രമിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ആ മലയുടെ അടിവാരത്തിൽ മുസ്ലിങ്ങൾ തന്ത്രപരമായി സ്ഥാപിച്ച ഒരു ദർഗയിൽ ദിവസേന ആരാധന നടത്താനുള്ള ശ്രമം നടന്നിരുന്നു. ഇതിനെതിരെ മുരുകഭക്തർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അന്ന് മുരുകമലയുടെ താഴ്വാരത്തിൽ ദിവസേന ആരാധന ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി വിധിക്കുകയായിരുന്നു. പകരം റംസാൻ, ബക്രീദ് ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ ആരാധന വേണ്ടൂവെന്നും സുപ്രീം കോടതി വിധിച്ചു. ദർഗ പരിസരത്ത് മൃഗബലി നിരോധിച്ചതും സുപ്രീം കോടതി ശരിവെച്ചു. ജസ്റ്റിസ് അരവിന്ദ് കുമാറും ജസ്റ്റിസ് PB വരാലയും ഉൾപ്പെട്ട ബെഞ്ചാണ് അന്ന് വിധി പുറപ്പെടുവിച്ചത്. നേരത്തെ മദ്രാസ് ഹൈക്കോടതിയും ദിവസേന മുസ്ലിങ്ങൾ ദർഗയിൽ പ്രാർത്ഥന നടത്തേണ്ട ആവശ്യമില്ല എന്ന് വിധിച്ചിരുന്നു. ദർഗയിലെ മുസ്ലിങ്ങളുടെ മതപരമായ ആചാരങ്ങൾ നിയന്ത്രിച്ച മദ്രാസ് ഹൈക്കോടതി വിധി സുപ്രീം കോടതിയും ശരിവെക്കുകയായിരുന്നു. ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ഇമാം ഹുസൈൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിക്കളയുകയും ചെയ്തു. ഇമാം ഹുസൈന് വേണ്ടി പ്രശാന്ത് ഭൂഷണാണ് ഹാജരായത്. മുരുകന്റെ പാടൈ വീടാണ് മധുരയിലെ തിരുപ്പുറംകുണ്ട്രം മല. അതിന്റെ താഴ്വാരത്തിൽ സിക്കന്ദർ എന്ന ഒരു ഫക്കീറിന്റെ പേര് പറഞ്ഞാണ് മുസ്ലിങ്ങൾ ദർഗ ഉയർത്തിയത്. ഇതിനു പിന്നാലെ സ്റ്റാലിന്റെ ഗൂഢാലോചനയാണ് ഇതെന്ന് ആരോപണമുണ്ടായിരുന്നു. തിരുപ്പുറംകുണ്ട്രം മലയെ മൊത്തമായി സിക്കന്ദർ മലയാക്കി മാറ്റാനായിരുന്നു ഈ ഗൂഢാലോചന എന്നാണ് മുരുകഭക്തർ ഈ ഗൂഢാലോചന പൊളിക്കുകയും ചെയ്തു. 1962 മുതൽ DMK പാർട്ടിയുമായി സഖ്യത്തിലുണ്ടായിരുന്ന മുസ്ലിം ലീഗ് ഈയിടെ വിജയുടെ ടി.വി.കെ മുന്നണിയുടെ ഭാഗമായെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ വിജയ് മന്ത്രിസഭ രൂപീകരിക്കാൻ മാത്രം പിന്തുണ നൽകിയിരുന്ന മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസമാണ് 64 വർഷം പഴക്കമുള്ള DMK മുന്നണിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചത്. മുരുകമലയിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള വിജയുടെ തീരുമാനത്തിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെയും ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളുടെയും സമ്മർദ്ദമാണെന്ന വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും ഇത് വീണ്ടും രാമജന്മഭൂമി പോലെ തന്നെ മറ്റൊരു വലിയ നിയമ പോരാട്ടത്തിലേക്ക് അടുക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.